അപ്പോൾ അനാവശ്യമായ റെസ്റ്റ് ഉണ്ടാക്കുന്നത് അമിതമായ വണ്ണമാണ്. 25-30 കിലോ ഒക്കെയാണ് ഒരു പ്രഗ്നൻസിയിൽ ഒരു ഗർഭിണി ഗെയിൻ ചെയ്യുന്ന വെയിറ്റ്. വയറ് കാണാൻ വരുന്ന എല്ലാ പലഹാരങ്ങളും ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ദഹിക്കാതെ ആവുമ്പോൾ ദഹനത്തിന്റെ പ്രോബ്ലം വയറ് വലുതാവുമ്പോൾ, അതായത് യൂട്രസ് വലുതാവുമ്പോൾ മുകളിലോട്ട് പുഷ് ചെയ്യുമ്പോഴുള്ള ശ്വാസം മുട്ടും. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി, തൃശൂർ സൺ മെഡിക്കൽ സെന്ററിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഗർഭിണികൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന കാര്യമാണ് ഉറക്കമില്ല. എന്തുകൊണ്ട് ഉറക്കമില്ല എന്ന് ചോദിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പറയും. പിന്നെ ഏറ്റവും കൂടുതൽ ഇവരെ പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഇടത്തോട്ടേ കിടക്കാവൂ, ഇടത്തോട്ട് മാത്രമേ ചെരിഞ്ഞു കിടക്കാവൂ, എങ്ങാനും മലർന്നു കിടന്ന കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റും, രാത്രി ഉറക്കത്തിൽ അറിയാതെ സൈഡ് പോയ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുമെന്ന് കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു ഗർഭിണി വളരെ ടെൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. എങ്ങാനും ഞാൻ മലർന്നു പോയാൽ എന്ന രീതിയിൽ എഴുന്നേറ്റ് ഇരുന്ന് തൊഴുത് അപ്പുറത്തോട്ട് കിടക്കണം എന്നൊക്കെ പറയുന്നവർ പോലും ഉണ്ട്. ഇത് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞു വരുന്ന പഴമൊഴികളൊന്ന് മാറ്റിയാൽ തന്നെ ഗർഭകാലത്ത് കുറച്ച് ആശ്വാസം കിട്ടും. ഇടത്തോട്ട് കിടക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് ഒരു 6 മാസത്തിനപ്പുറം വയറ് വലുതാവുമ്പോൾ. കാരണം അങ്ങനെയുള്ള സമയത്ത് ഗർഭപാത്രം വലുതായതിനു ശേഷം മലർന്നു കിടക്കുമ്പോൾ ഗർഭപാത്രം വലിയ ബ്ലഡ് വെസൽസിൽ അമരുമ്പോൾ നമുക്ക് തന്നെ ഒരു ശ്വാസം മുട്ടും വരികയും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറയുകയും ചെയ്യും. അതാണ് അത് പറയുന്നതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം. അല്ലാതെ അത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായ ഉടനെ അല്ല. എങ്ങനെയാണോ കംഫർട്ടബിൾ, ഗർഭപാത്രം ഒരു വശത്തേക്ക് ചെരിയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. അല്ലാതെ ഒന്ന് മലർന്നു കിടക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുകയും ഇല്ല. പിന്നെയുള്ള പ്രശ്നം ഗ്യാസ്ട്രൈറ്റിസ് ആണ്, അതായത് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ. നമ്മൾ ഇരുന്നിങ്ങനെ അടിച്ച് ഫുഡ് കയറ്റുകയാണ്, ഒന്ന് കഴിയുമ്പോൾ ഹെൽത്തി ഫുഡ്, വയറ് കാണാൻ വരുന്ന എല്ലാ പലഹാരങ്ങളും ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ദഹിക്കാതെ ആവുമ്പോൾ ദഹനത്തിന്റെ പ്രോബ്ലം വയറ് വലുതാവുമ്പോൾ, അതായത് യൂട്രസ് വലുതാവുമ്പോൾ മുകളിലോട്ട് പുഷ് ചെയ്യുമ്പോഴുള്ള ശ്വാസം മുട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ രാത്രി 2 മണി 3 മണി വരെയാണ് മൊബൈലിന്റെ ഉപയോഗം പലർക്കും. അപ്പോൾ തന്നെ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. കൃത്യമായ ഒരു ദഹനത്തിന് അല്ലെങ്കിൽ കൃത്യമായ നമ്മുടെ ഒരു ജീവിതത്തിന് ഒരു ഡിസിപ്ലിനാണ് ആവശ്യം. ഒരു 6-6:30 എഴുന്നേക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ കുടിച്ചു, കുറച്ച് സമയം നടന്നു, ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 10:30 ഒരു സ്നാക്ക് കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, അങ്ങനെ ഒരു കൃത്യമായ ഇടവേളകളിൽ കഴിച്ചാൽ ഒരുപാട് ഉറക്കത്തിനെ സഹായിക്കും. ഏറ്റവും കൂടുതൽ ഉറക്കത്തിന് വേണ്ടത് രാത്രി കിടക്കുന്നതിന് ഒരു കുറച്ച് സമയം മുമ്പ് ഫുഡ് കഴിക്കണം. അതായത് രാത്രിയിലത്തെ മേജർ മീല് ഒരു 7 മണി 6 മണി 7 മണിക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ദഹിച്ചതിന് ശേഷം ഉറങ്ങുമ്പോൾ ഉറക്കം കുറച്ചുകൂടി കിട്ടും. കൃത്യസമയത്ത് ഉറങ്ങാൻ നോക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈലും എല്ലാ സ്ക്രീൻസും ലാപ്ടോപ്പും ഓഫ് ചെയ്യാൻ നോക്കുക. കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുകയും ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കും. കുട്ടിക്ക് നല്ലതാണ് ആരോഗ്യത്തിന്. അതുപോലെ തന്നെ ദഹന പ്രക്രിയയും ഒരുപാട് സഹായിക്കും. എക്സർസൈസ് എന്നുള്ളത് പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണ്. ഇത് ഞാൻ പറയുമ്പോൾ പലരും നെറ്റി ചൊളിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഗർഭിണിയായാൽ അനങ്ങരുതെന്നും അനങ്ങിയാൽ ഉള്ളിലിരിക്കുന്ന ഗർഭം വിട്ടുപോകുമെന്നുള്ള മട്ടിലാണ് പലരും ഇരിക്കുന്നത്. ശരിയാണ്, ചിലരോടെങ്കിലും ഞങ്ങൾ റെസ്റ്റ് പറയാറുണ്ട്. റിക്കറൻ്റ് ആയിട്ട് അബോഷൻ ഉള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഗർഭപാത്രം തുറക്കുന്നവർ, സ്റ്റിച്ച് ഇട്ടിട്ടുള്ള ആൾക്കാർ, മറുപിള്ള താഴെയുള്ളവർ, ഇങ്ങനെയുള്ളവരോട് മാത്രമാണ് നമ്മൾ റെസ്റ്റ് പറയുന്നത്. അപ്പോൾ അനാവശ്യമായ റെസ്റ്റ് ഉണ്ടാക്കുന്നത് അമിതമായ വണ്ണമാണ്. 25-30 കിലോ ഒക്കെയാണ് ഒരു പ്രഗ്നൻസിയിൽ ഒരു ഗർഭിണി ഗെയിൻ ചെയ്യുന്ന വെയിറ്റ്. സ്വാഭാവികമായും അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ പ്രഷർ, ഷുഗർ തുടങ്ങിയവ ഉണ്ടാകുന്നു. സ്വാഭാവിക പ്രസവത്തിനുള്ള സാധ്യത കുറയുന്നു. കുട്ടിയുടെ വെയിറ്റ് 3500, 3800, 4 കിലോ വരെ പോകുന്നു. പ്രസവിക്കുന്നവരുണ്ടാവാം, പക്ഷെ പ്രസവിക്കുന്നതിൽ കോംപ്ലിക്കേഷൻസും കൂടുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മൾ എക്സർസൈസ് ചെയ്യണം. എന്നാൽ പ്രസവിച്ചില്ലെങ്കിൽ സിസേറിയൻ ചെയ്താൽ പോരെ ഡോക്ടറെ എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഒരു നോർമൽ ഡെലിവറി? എല്ലാ വേദനയും അനുഭവിച്ച് പ്രസവിച്ച ശേഷം ഒരു ഗർഭിണി എന്നോട് ചോദിച്ചത് ഇതാണോ സുഖപ്രസവം എന്ന് പറയുന്നത് എന്ന് കൂടിയാണ്. സിസേറിയൻ പണ്ടത്തെക്കാട്ടിലും സേഫ് ആയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അനസ്തീഷ്യ
അനസ്തീഷ്യ ടെക്നിക്സും സർജിക്കൽ ടെക്നിക്സും ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറഞ്ഞതും എല്ലാം കൂടി കൂടുമ്പോൾ സിസേറിയൻ എന്ന ഓപ്പറേഷൻ സേഫ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസും മാതൃമരണവും സംഭവിക്കുന്നത് സിസേറിയന് ശേഷമാണ്. ഒരു ഓപ്പറേഷൻ എപ്പോഴും അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. യാതൊരു എക്സർസൈസും ഇല്ലാതെ വരുന്ന ഒരു ഗർഭിണിക്ക് പ്രഷർ, ഷുഗർ, സിസേറിയനിലേക്ക് പോവാം എന്നുള്ളത് മാത്രമല്ല ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഏറ്റവും വലിയൊരു അപകടം പൾമണറി എംബോളിസം എന്നുള്ളതാണ്. അതായത് ലങ്സിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയും നിമിഷങ്ങൾക്കകം അമ്മ, അതായത് ഗർഭിണി, ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ് പൾമണറി എംബോളിസം. അതുപോലെ തന്നെയാണ് പ്രസവവേദന വരുമ്പോഴും ഡെലിവറി കഴിഞ്ഞ ഉടനെയും വരുന്ന ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം. ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുന്ന ആംനിയോട്ടിക് ഫ്ലൂയിഡ് കയറിപ്പോകുന്നു. ഇതിനെല്ലാം ശരീരപ്രകൃതിയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഗർഭിണികളോട് പറയുന്നത്, നിങ്ങൾ ഗർഭിണിയാകുന്ന സമയത്ത് കൃത്യമായ എക്സർസൈസ് ചെയ്യണം. അതായത് ശരീരം അനങ്ങണം, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കലാവരുത്. അപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് എക്സർസൈസ് ആണ് ചെയ്യുക? പണ്ടാണെങ്കിൽ മുറ്റമടിക്കാൻ പറയുന്നു, അടിച്ചു വാരാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഒരു ഗർഭിണി എന്നോട് പറഞ്ഞു മുറ്റം അടിക്കാറുണ്ട്. ചോദിച്ചപ്പോൾ ഫ്ലാറ്റിലാണ് താമസം. അപ്പം എത്ര മുറ്റം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ നീളത്തിലുള്ള ചൂലെടുത്തിട്ട് ഒന്ന് അടിക്കുന്നതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് ഒരു ആയാസം വരണം. നടത്തം നല്ല എക്സർസൈസാണ്. അത് നിങ്ങൾക്ക് നടക്കുമ്പോൾ ഒരു കിതപ്പ് മാറാനും നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാനും നല്ലതാണ്. പക്ഷെ അത് മാത്രം പോരാ ഒരു സുഖപ്രസവത്തിന്. മെയിനായിട്ട് അയയേണ്ടത് പെൽവിക് മസിൽസ് ആണ്. അതായത് താഴെയുള്ള ഇടുപ്പ് എല്ലുകളുടെ കൂടെയുള്ള മസിൽസിന്റെ അയവാണ് ഗർഭസമയത്ത് നമ്മളെ സഹായിക്കുന്നത്. പ്രസവ സമയത്ത് കുട്ടി താഴോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ പേശികൾ അയയുന്നതിനനുസരിച്ചാണ് ബർത്ത് കനാൽ തുറക്കുന്നതും കുട്ടി സ്മൂത്ത് ആയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നതും. അത് തുറക്കുന്നത് പ്രധാനമായും നിങ്ങളുടെ മുൻകാല എക്സർസൈസ്, അതായത് നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ചും കൂടിയാണ്. അപ്പോൾ ഇരുന്നിട്ടുള്ളത്, കിടന്നിട്ടുള്ളത്, നടന്നിട്ടുള്ളത്, ബ്രീത്തിങ് എക്സസൈസ്, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഇരുന്ന് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഇരിപ്പില്ല. അതുകൊണ്ട് തന്നെ പെൽവിക് മസിൽസ് ഭയങ്കര റിജിഡാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഗർഭകാലത്ത് ഞങ്ങൾ എക്സർസൈസ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. യൂട്യൂബ് നോക്കി ചെയ്യട്ടെ എന്ന് പലരും ഞങ്ങളോട് ചോദിക്കും. പ്രധാനമായൊരു പ്രശ്നം, എത്ര വരെ കുനിയാം, അല്ലെങ്കിൽ എല്ലാ ഗർഭിണികൾക്കും എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരിചയ സമ്പന്നനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ഒരു തവണയെങ്കിലും ഒരു എക്സർസൈസ് പാറ്റേൺ നോക്കി റെഗുലറായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എക്സർസൈസ് നിങ്ങൾക്ക് ദഹനം ശരിയാക്കുന്നു, അമിതവണ്ണം കുറയ്ക്കുന്നു, കുട്ടിയുടെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു, കുട്ടിയും കൂടുതൽ ആക്റ്റീവ് ആവുന്നതായിട്ടാണ് പലപ്പോഴും രോഗികൾ ഞങ്ങളോട് പറയാറ്. അതോടൊപ്പം സുഖപ്രസവം സാധ്യമാക്കുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് സിസേറിയനായി പോവുകയാണെങ്കിൽ പോലും ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് ആയ പൾമണറി എംബോളിസത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എക്സർസൈസ് ഗർഭകാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം.